എന്നത്തെയും പോലെ ഇന്നും എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ആദ്യം തന്നെ പുറത്തെ കാഴ്ചയിൽ തന്നെ തുടങ്ങാം. കുറച്ചു നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ പോയത് കിച്ചണിലേക്കാണ് കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം മുട്ടക്കറിയും ആക്കാന്നാണ് വിചാരിച്ചത്. അതിനുള്ള പച്ചക്കറികളൊക്കെ ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് കറി വെക്കുമ്പോഴാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ മുട്ടക്കറി എന്നാണ് കേട്ടോ തുടങ്ങുന്നത്. ഒരുപാട് വലിയ രീതിക്കൊന്നും അല്ല, എന്റേതായ രീതിക്കാണ് കേട്ടോ ഞാൻ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. മുട്ടക്കറി ആയാലും ചിക്കൻ കറി ആയാലും ഏകദേശം എന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതുപോലെ ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. രാവിലെ തന്നെ ഇഷ്ടമല്ലാത്തൊരു പണിയും കൂടി ചെയ്യേണ്ടി വന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ തേങ്ങ ഇങ്ങനെ ഉരിച്ചെടുക്കുക എന്നുള്ളത്. എന്നാൽ അതിന്റെ വെള്ളം കുടിക്കാനാണെങ്കിൽ 100 വട്ടം സമ്മതവുമാണ്. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാൽ മുട്ടക്കറിയിൽ ഇച്ചിരിയും കൂടി ടേസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ പുഴുങ്ങി വെച്ച മുട്ടയും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ മുട്ടക്കറി ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇനി അപ്പത്തിന്റെ കാര്യങ്ങളാണ് കേട്ടോ നോക്കേണ്ടത്. തലേദിവസം തന്നെ അതിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആകൃതിയൊന്നും ശരിയല്ലെങ്കിലും ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് അപ്പം തയ്യാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കൂടി അടുക്കളയിൽ നിന്ന് അപ്പം ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ നേരെ പോയത് വർക്ക് ഏരിയയിലേക്കാണ് കേട്ടോ. അവിടെ ഇതാ സൂര്യന്റെ ഇളം വെയിൽ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് വർക്ക് ഏരിയയിൽ ഈ ടൈം നിൽക്കാനായിട്ട്. അങ്ങനെ സൂര്യന്റെ ഇളം വെയിലൊക്കെ കുറച്ച് സമയം കൊണ്ടതിന് ശേഷം ഞാനിതാ കിച്ചണിലേക്ക് പോയി എല്ലാം ഒന്ന് നീറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കൈയോടെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കിച്ചണൊക്കെ നല്ല നീറ്റാക്കി വെച്ചാൽ മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുള്ളൂ. പണികളൊക്കെ തീർത്തതിന് ശേഷം ഞാനിതാ നല്ല ചൂടുള്ള അപ്പവും മുട്ടക്കറിയും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം.